തെലുങ്കിൽ തന്നെ വേറെ പ്രൊഡക്ഷൻ ഹൗസ് വിളിക്കുന്നു, തമിഴിൽ നിന്ന് 2 പ്രൊഡക്ഷൻ ഹൗസ് വിളിക്കുന്നു. അപ്പം നമുക്കൊരു 16 ഓപ്ഷൻ വന്നു. പൊന്നോ, ഇതെങ്ങനെ സാധിക്കുന്നു അളിയാ? നീ കൊറേ നേടുന്നുണ്ടല്ലേ. അപ്പൊ അതില് ഞാൻ ആയുഷ്മാൻ ഖുറാന്റെ അടുത്ത് പറഞ്ഞ കഥ ആയുഷ്മാൻ ഖുറാനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാൽ മതി. അപ്പൊ അതിൽ ബോളിവുഡ് പടം തന്നെയല്ലേ? പക്ക ഹിന്ദി മൂവി. അപ്പൊ അതില് എനിക്ക് ലാൽ സാറിന് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഈ തലയുടെ ഫാൻസാ ഞങ്ങള്. അപ്പൊ ഞാൻ അതിങ്ങനെ എഴുതി ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞ. പക്ഷെ ഇവര് ചർച്ച ചെയ്ത് ഒരു 6-7 മാസത്തോളം ചർച്ചയോട് ചർച്ച. നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചർച്ച ചെയ്തോളൂ, എത്ര വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ ആദ്യം ഈ പടം കമ്മിറ്റ് ചെയ്യണം. ഇതേപോലെ ലാൽ സാറായിട്ട് കമ്മിറ്റ് ചെയ്യണം. ലാൽ സാർ എന്റെ പടത്തിൽ വേണം എന്ന് പറഞ്ഞു. അയ്യോ ഞാൻ ഇതിനൊക്കെ നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. അപ്പൊ അവരെനിക്കൊരു ഇമെയിൽ അയച്ചു. നമ്മുടെ ടീമിന് ഫുൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് വന്നാൽ മാത്രമേ നമ്മൾ സെക്കൻഡറി കാസ്റ്റിംഗിലേക്ക് പോകുള്ളൂ. ഇപ്പൊ നീ എന്നെ சொன்ன நான் ஒண்ணுமே சொல்லல சார். നീ എന്നോ சொல்லியாச்சு. ഇതര സംസ്ഥാന തൊഴിലാളി അല്ലേ സാർ? അതിന്റെ അപ്പൊ ഞാൻ അവരെ ഫോൺ ചെയ്തു. ഞാൻ ചോദിച്ചു, നിങ്ങൾ സെക്കൻഡറി കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് മോഹൻലാൽ സാറിനെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അതെ എന്ന് പറഞ്ഞു. വളരെ മോശമായിപ്പോയി. അവസാനം എന്താക്കി? ഞാൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ടോപ്പ് ആക്ടേഴ്സിലുള്ള ഒരാളെ നിങ്ങൾ സെക്കൻഡറി കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിങ്ങളുടെ കൂടെ സിനിമ ചെയ്യാൻ താല്പര്യമില്ല. അവർക്കൊരു ഇമെയിൽ അയച്ചു. തനിക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അടിപൊളി. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കമ്മിറ്റ് ചെയ്യാം. ഞാൻ പറയില്ല, ഇനി നമ്മൾ തമ്മിൽ ജെല്ലാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു നിയമയുദ്ധമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ഇമെയിൽ അയക്കുന്നു. എൻ്റെ വക്കീൽ അങ്ങോട്ട് ഒരു ഇമെയിൽ അയക്കുന്നു, അവരുടെ വക്കീൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇമെയിൽ അയക്കുന്നു. അവസാനം എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്ത് അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്ത്. ഇവനെ എന്തുകൊണ്ട് നേരത്തെ മനസ്സിലാക്കില്ല? NDA വാങ്ങിച്ചവരുടെ അടുത്ത് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഞാൻ അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. എന്റെ കഥ അവർക്ക് അറിയാമായിരുന്നല്ലോ. നിങ്ങളാളൊരു ഐറ്റം തന്നെ കേട്ടോ. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. പക്ഷെ അത് ഇപ്പം മറ്റൊരു കമ്പനിയായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പടം ചിലപ്പോൾ നടക്കുമായിരിക്കും, അറിയില്ല. നീ പറഞ്ഞ വിദ്യ ഉള്ളതാണോടാ? സത്യം ഉള്ളത് തന്നെയാ. ഇനി ഒന്നുമില്ലല്ലേ പറയാനെ കൊണ്ട്? ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ.